അല്ല രണ്ടുപേരും കൂടെ എവിടെ പോവാ? അല്ല നീയല്ലേ പറഞ്ഞ ടൂറിന് പോണെന്ന്? അയ്യോ ഓൺ ടൂർ പോകുന്ന ആരെയോ പറഞ്ഞേ? അതന്നെ പറഞ്ഞത്, വെളിന്ന് തുടങ്ങാം. ദോ ആ വഴിന്ന് ഇങ്ങനെ നടന്നേ നമ്മുടെ വീട്ടിലെ ഗേറ്റ് കയറണം. അപ്പോ സന്തോഷ് സൗമ്യ ഒഫീഷ്യൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ ഇതാണ് നമ്മുടെ വീട്. നമ്മളിവിടെ ചെരുപ്പൂരിടുക, ഇങ്ങനെ എന്താ വേണം എന്താ. സൗമ്യമ്മ സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ ചവിട്ടിയാണ്. അതെ ഇതിൽ ചവിട്ടി കയറുക. അപ്പോ ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹോള് പോലത്തെ ഒരു സംഭവം. ഇവിടുത്തെ ഈ വീട്ടിലെ ഏറ്റവും മെയിൻ ആയിട്ട് എന്നെ ആകർഷിച്ച് എന്താണെന്ന് കാണിക്കാം. ബാ കമോ. അതെ ഇത് കണ്ടോ, ഇതാണ് വിശാലമായൊരു പൂജാമുറിയാ. കണ്ടോ, സകല ദൈവങ്ങളുണ്ട്. ഞങ്ങളുടെ ഹൗസ് ഓണർ നമ്മുടെ കൃഷ്ണാമ്മയുടെ അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കാൻ ഇവിടുത്തെ സംഭവ വികാസങ്ങളൊക്കെ ഇവിടെ ഞങ്ങൾ നടത്തുന്നതാണ് ഞങ്ങളുടെ പരിപാടി. ഇതാണ് നമ്മുടെ ലൈവ് ചെയ്യുന്ന ഏരിയ. ഇതിന്റെ താഴെ വന്ന് ഈ മേശ ഇങ്ങോട്ട് വലിച്ചിട്ടിരുന്നാണ് നമ്മള് ലൈവ് ചെയ്യുന്നത്. കണ്ടോ, മണി പ്ലാന്റ് കണ്ടോ, ലക്കി ബാമ്പു. ഇത് എന്റെ കണ്ണേട്ടന്റെ കസേര. ഇവിടെ വന്ന ആളിങ്ങനെ ചായ എവിടെ സ്ഥലം ഉണ്ടെങ്കിലും ചാരി ഇരുന്നൊരു ചായ കുടി, വർത്തമാനങ്ങളും കണ്ടന്റുണ്ടാക്കും. ഇങ്ങോട്ട് നോക്ക്, ഇത് കണ്ടോ, ഇങ്ങനെ 3-4 പേരുണ്ട്. കണ്ടോ, അതെ 3-4 പേരുണ്ട് കേട്ടോ. അസൻ ചെന്ന് പറഞ്ഞു 2 കൂരി ഞങ്ങളുടെ വീട്ടിൽ കിടപ്പുണ്ട്. കൂരിയുണ്ട്, അത് തിന്നാത്ത മീൻ തരാവുന്ന. അങ്ങനെ അസൻ അത് കൂരി പോലെ ഇത് ഷാർക്കാണ്. കണ്ടോ. അപ്പോ കേറി വരുന്നത് ഇങ്ങനെയാണ്. ഇനി ഞങ്ങളുടെ വീട്ടിനകത്തേക്ക് ഇതാണ് നമ്മളുടെ ലിവിംഗ് റൂം. കണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഭാഗ്യത്തിന് ഇവിടെ ഒന്നും നെറ്റ് കിട്ടില്ല, അതുകൊണ്ട് ഇവിടെ നിന്നൊന്നും വീട് നടക്കത്തില്ല. ഇവിടുന്ന് നേരെ നമ്മള് വലത്തോട്ട് പോകുമ്പോ എന്താണ് സംഭവം കാണേട്ടാ. വലത്തോട്ട് പോകുമ്പോ ഞാൻ വീഡിയോ പിടിക്കാൻ പോകുന്നത് പറയട്ടെ. വലത്തോട്ട് പോകുമ്പോ ക്യാമറ വുമന്റെ മുറിയാണ്. അല്ല മുറി എന്റെ മാത്രല്ല എന്റെ അനിയന്റെയും കൂടെ മുറിയാണിത്. ഇത് എന്റെ ബെഡ്റൂം, അല്ല കട്ടില്. അത് അവന്റെ കട്ടില്. പിന്നെ എന്റെ കുറച്ച് സാധനങ്ങൾ, അത്രേ ഉള്ളൂ. ഇവിടെ വേറെ ഒന്നുമില്ല പരിപാടി. കഴിഞ്ഞ് നമ്മള് വരുമ്പോ ഇതൊക്കെ കണ്ടോ, ഈ വോളൊക്കെ കണ്ടോ, നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ് വരുമ്പോഴാണ് സാക്ഷാൽ സന്തോഷ് സൗമ്യയുടെ ബെഡ്റൂം. ഇവിടെയാണ് ഞങ്ങളുടെ ഇതാണ് എന്റെ കട്ടിലേ കേട്ടോ. അതാണ് ഇവിടെയാണ് ഞങ്ങളുടെ തല്ലും വഴക്കും എന്ത് വീഡിയോ പിടിക്കണമെന്നുള്ള കണ്ടുപിടുത്തങ്ങളും എല്ലാം ഇതിനകത്താണ് നടക്കുന്നത്. ഇതാണ് നമ്മുടെ കർട്ടൻ. ഗൈസ്, ഒരു കാര്യം പറയാം, ഈ സൈഡിൽ ഞാനാ കിടക്കുന്നത് കേട്ടോ. മിഞ്ഞാൻ ഇവിടെ കിടന്നപ്പോ ആ സ്വിച്ച് ബോർഡ് ഒറ്റയടി കറണ്ട് അടിച്ചു. പിന്നെ ഇത് നമ്മുടെ ഒരു ബാത്റൂമാണ്, ഞങ്ങളുടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അത്യാവശ്യം നല്ല സംഭവ ബഹളമായ എല്ലാ സൗകര്യങ്ങളുള്ള ഇതൊക്കെ എല്ലാവർക്കും അറിയാലോ ബാത്റൂമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി വരുന്നത് എങ്ങോട്ടാണ്? അല്ല നേരെ വരുന്നില്ല, എന്തുവാ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ. മെയിൻ സ്ഥലം നമ്മുടെ ഡൈനിങ് ടേബിൾ, വാഷ് ബേസിൻ. ഇത് പിന്നെ നമ്മുടെ ഓണർ മുറിയാണ്, അത് ലോക്കാണ്. ഇത് കേട്ടോ, പാവയൊക്കെ ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും കാണുന്നത്. അത് കഴിഞ്ഞ് വരുന്നതാണ് എന്റെ സാമ്രാജ്യം. നമ്മളെ ഇതിനകത്താണ് യുദ്ധം അടുക്കള, ഒരു കലവറ, കിച്ചൺ. നമ്മളെ കിച്ചൺ നമ്മൾ സാധാരണക്കാരല്ലേ, നാട്ടുമ്പുറക്കാരായ നമ്മള് കിച്ചൺ ഒന്നും പറയാൻ ആരില്ലല്ലോ. അടുക്കള ഇങ്ങനെ കുറച്ച് ചപ്പ് ചവറ് പാത്രങ്ങളും കുറച്ച് പച്ചക്കറികളും. പിന്നെന്താ പറയുക, ഇത് പല ഐറ്റങ്ങളാണ് കേട്ടോ. വെള്ളവാ, ജീരകവെള്ളം, തുളസി വെള്ളം എല്ലാം ഉണ്ടാവും. ഇതേ നമ്മുടെ സാധാരണക്കാരല്ലേ, ചട്ടി, മീൻകറി, ചോറ്, ഇതൊക്കെയുള്ളൂ. 4 ഗ്യാസ് സ്റ്റവ് കാണുമ്പോ ചിന്തിക്കരുത് ഇവർക്ക് എന്താ 4 ഇത് പറഞ്ഞത്. അസലൊന്നും മിണ്ടുന്നില്ല. ഇത് 2 ഹൗസ് ഓണറെയാണ്. ഇത് നമ്മുടെ വർഷങ്ങളായിട്ടുള്ള സ്വന്തം സഹചാരിയാണ് നമ്മുടെ പാവം ഫ്രിഡ്ജ്.
പിന്നെ ഇനി നമുക്ക് നേരെ ഇറങ്ങി പോണേ എങ്ങോട്ടാ? ഇറങ്ങി പോവാണോ? കൂടെ വാ. ഒന്നുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഡോറ് തുറന്ന് ഗ്രില്ല് തുറന്ന് നമ്മൾ വഴിയിലൂടെ അതെ അതെ. ഇവിടെ നമ്മുടെ കിണറ്. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്ന സമയത്ത് കണ്ടിറങ്ങി വാ. താമസിക്കാൻ വന്ന സമയത്ത് ഞങ്ങൾ വിളിക്കാതെ 3 പേരും 4 പേരുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ? ഇവനാണ് എന്റെ അപ്പുമോൻ. ഇതൊക്കെ നോക്ക്, സൗമ്യമ്മയുടെ അപ്പുമോൻ കണ്ടോ? ചുണ്ടനാ. അവൻ ഏതാണ്ട് പറയുന്നു കണ്ടോ? അവനാണ്ട് സംസാരിക്കുന്നു. എല്ലാരെയും പരിചയപ്പെടുത്തണല്ലോ. ഇന്നലെ ഞങ്ങൾ പേരിട്ടാ കേട്ടോ. ഇവൻ അമ്മു. അമ്മുക്കുട്ടി. എന്റെ അമ്മുക്കുട്ടിയാണ്, എന്റെ ചക്കരയാ. പിന്നെ ഇവൻ എപ്പോഴും ഉറക്കവാ. ഇത് പക്രു. 24 മണിക്കൂർ ഉറക്കവാ. ഈ പക്രു കുട്ടി കണ്ടോ? പക്രു. ഇവരുടെ അമ്മയുണ്ടോ? കണ്ടോ? കണ്ടോ? കിടത്തിയാ അവിടെ കിടന്നോളൂ. കണ്ടോ? ഇത് കഴിഞ്ഞാണ് ഈ വീട്ടില് കേട്ടാ വേറൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. സെക്കൻഡ് ബാത്റൂം. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരുടെ നമ്മളുടെ ഇന്ത്യൻ വിശാലമായ ഒരു ബാത്റൂമാണ് ഇവിടെ വെളിയില്. അപ്പം ഇവിടെ തല്ല് കൂടണ്ട, വെയിറ്റ് ചെയ്യണ്ട, അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇറങ്ങണ അവലിന്ന് പറയണ്ട. ഇനി നമുക്ക് മുകളിലേക്ക് സഞ്ചരിക്കാം. ഇവിടെ കല്ലുണ്ടേ, അരക്കല്ല്. ഇവിടെ മുകളിൽ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ഈ വീട്ടില് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചതൊന്ന് പൂജാമുറിയും, 2 ഇവിടുത്തെ ഒരു സംഭവം. വാ കാണിച്ചു തരാം. ഇവിടെ പാവ എന്നെ മാത്രം കാണുന്നില്ല ഗൈസ്. പാവം ഞാൻ. അപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോ ടെറസാണ് കേട്ടോ ഗൈസ്. ഇവിടെ ഏറ്റവും വലിയൊരു സംഭവം എന്താ ചോദിച്ചാൽ, മഴ നനയാൻ നമ്മുടെ തുണികളെല്ലാം ഓടി നടന്നിടാനും ഓടി നടന്ന് ഇടി കൂടാനും ഒക്കെ പറ്റുന്നൊരു സൗകര്യം. പിന്നെ ഇവിടുത്തെ വിശേഷം എന്താന്ന് ചോദിച്ചാൽ ഇതാകുന്നുണ്ടോ, നിങ്ങളെ കാണത്തില്ല കേട്ടോ, ഇരുട്ടാ. കണ്ടോ? കാവാണ്. കാവ് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ കാവ്. ഇത് കാവ്. ഇവിടെ ഇന്ന് മലയാളപ്പുഴ അമ്മയാണ്. മലയാളപ്പുഴ അമ്മയുടെ ഒരു പ്രതിരൂപമാണെന്നാ പറയുന്നത്. വൈകിട്ട് 5 മണിയൊക്കെ ആകുമ്പോൾ വരുവാണെങ്കിൽ വിളക്കൊക്കെ കത്തിച്ച് നിറച്ച് വിളക്കൊക്കെ കത്തിച്ച് നല്ല ഒരു പോസിറ്റീവ് എനർജി ഇവിടെ നമുക്ക് കിട്ടുന്നതാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, രണ്ടാമത്തെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയൊരു സ്ഥലമാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷം. ഇനി ഹോം ടൂർ എന്ന് പറഞ്ഞ ആരും പറയില്ല, ആരും വഴക്കുണ്ടാക്കി വരില്ല, തിരിച്ചുപിടി വന്നു. ഇനിയും ബാക്കി പറയാം. കൂടെ പോരെ. ഞാനും പറഞ്ഞോ കൂട്ടുകാരോ എന്നോടല്ലേ? അപ്പൊ ഞാൻ പറയണ്ടേ? ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങുന്ന സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ 30 കൊല്ലം താഴെ. അതെ, പോണേ അനങ്ങാണ്ടിരി. ഞാൻ സ്റ്റെപ്പ് നോക്കി നോക്കി ഇറങ്ങി വരാം. വീട്ടിലെ എല്ലാവരെയും കാണിക്കണം. വീട്ടിലെ എല്ലാവരെയും കാണിക്കണം എന്നുള്ള ന്യായം. കാണ്ടേ, ഇവരെയും കൂടെ കാണിക്കാം. ഇത് കണ്ടോ? ഈ വെള്ളത്തില് 3-4 കുഞ്ഞു ഗപ്പി മീനുകൾ കിടപ്പുണ്ട്. അത് നമ്മൾ വൃത്തിയാക്കിയിട്ടില്ല, ഇത് നമ്മുടെ അലക്കല്ല. കണ്ണാട്ട സംസാരിക്കേ. അമ്മ അണച്ച് വീഡിയോ ചെയ്ത സ്ഥലങ്ങള്